നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ യുവ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ലഹരി എന്നൊരു മാരക വിപത്ത് നമ്മുടെ സമൂഹത്തിനെ പിടികൂടിയിരിക്കുകയാണ്. തടയണ്ടേ? നമുക്ക് തടഞ്ഞേ മതിയാകും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കേരള പോലീസ് നമ്മുടെ ലഹരിക്കെതിരായിട്ട് പുതിയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്ന ഒരു വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ആദ്യം തന്നെ, എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ആയൂരാണ്. കഴിഞ്ഞ ദിവസം ആയൂര് തോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 പയ്യന്മാർ, 4 ചെറുപ്പക്കാർ എന്ന് പറയാൻ കഴിയില്ല, 4 കുട്ടികളെന്നേ പറയാൻ പറ്റും. ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന 4 കുട്ടികൾ അവിടെ ജംഗ്ഷനിൽ എന്തോ നിൽക്കുന്നു. അതിൽ എന്തോ റോങ് ആയിട്ട് അവിടെയുള്ള ആളുകൾക്ക് സംശയം തോന്നിയ സമയത്ത് നാട്ടുകാർ അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു പയ്യൻ അവിടെ തളർന്ന് വീഴുകയാണ് ഉണ്ടായത്. 3 പേര് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നോക്കിയപ്പോൾ എന്താണ്, അവൻ ഡ്രഗ്സ് എന്തോ ഉപയോഗിച്ചിട്ടാണ് അവനവിടെ കിടക്കുന്നത്. അങ്ങനെ പോലീസ് വന്നതിന് ശേഷം അവൻ്റെ വീട്ടിലെ അച്ഛനെയും അമ്മയൊക്കെ വിളിക്കാനുണ്ടായത്. സത്യത്തിൽ രാവിലെ ചോറ് പൊതിഞ്ഞ് സ്കൂളിലേക്ക് വിട്ട അമ്മ, കൂലിപ്പണിക്ക് പോയിട്ട് വന്ന അച്ഛൻ, നിസ്സഹായം നിൽക്കുന്നൊരവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരുടെ ഒരു അവസ്ഥ കഷ്ടം. കൂലിവേലയ്ക്ക് പോയി മക്കളെ സ്കൂളിലേക്ക് വിട്ടതാണ്. മകൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കിടക്കുകയാണ് റോഡിൽ. നാട്ടുകാരുടെ മുന്നിൽ പരിഹാസരായി നിൽക്കുന്ന മാതാപിതാക്കൾ. എന്താണ് കാരണം? ലഹരി, ഡ്രഗ്സ്. തടയണ്ടേ നമുക്ക്? നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന ആളുകളാണ്. ഈ ലഹരിക്കെതിരെ നമുക്കും പോരാടാം. നമ്മുടെ കേരള പോലീസ് ഒരുക്കിയിട്ടുള്ള ഫോണിൽ കൂടി നമുക്ക് കേരള പോലീസിനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കാണുകയോ വിൽക്കുകയോ എന്ത് കണ്ടാലും നമ്മുടെ കേരള പോലീസിനെ അറിയിക്കാൻ പറ്റിയൊരു പുതിയൊരു സംവിധാനമായിട്ട് നമ്മുടെ കേരള പോലീസ് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. യോദ്ധാവ് എന്നാണ് ആദ്യത്തെ പേര്. അത് വാട്സാപ്പ് വഴി നമുക്ക് യോദ്ധാവിലേക്ക് പോലീസിന് ഇൻഫർമേഷൻ കൈമാറുന്നതാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോ അത് വിൽക്കുന്നതോ നമുക്ക് പോലീസിനെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ആളുകളുടെ രഹസ്യമായി തന്നെ പോലീസ് സംരക്ഷിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടുന്നതല്ല. അപ്പോൾ യോദ്ധാവിൻ്റെ നമ്പർ 9959966666. വാട്സാപ്പ് വഴി മാത്രമേ യോദ്ധാവിലേക്ക് നമുക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. കൂടാതെ പോലീസ് പുതിയതായിട്ടൊരു ആൻറ്റി ഡ്രഗ്സ് കൺട്രോൾ റൂമും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിളിച്ചും അറിയിക്കാൻ പറ്റും. അതിലെ നമ്പർ 9497979724 എന്നാണ്. കൂടാതെ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9497927797. ആൻറ്റി ഡ്രഗ്സ് കൺട്രോൾ റൂമിൻ്റെ നമ്പറാണിത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ആരുടെ കണ്ണിൽ കണ്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസിനെ അറിയിക്കുക തന്നെ വേണം. നമുക്ക് ഈ മാരക വിപത്തിനെ തടയേണ്ടിയിരിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം 24 ന്യൂസിലെ ശ്രീകണ്ഠ സാറിൻ്റെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ ഡ്രഗ്സിനെതിരെ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എവിടെ ഡ്രഗ്സ് കണ്ടാലും തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിനെ വിളിച്ച് അറിയിക്കുക തന്നെ. പോലീസ് നമ്മളെ തീർച്ചയായിട്ടും സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ പോലുള്ള ആളുകളുടെ ചെറിയ ചെറിയ സപ്പോർട്ട് കൊണ്ടാണ് എന്നെയൊക്കെ ഉള്ള യൂട്യൂബേഴ്സ് വളർന്നു വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.